ശേഷം മോഹൻലാൽ അഭിനയിച്ച ദേവാസുരം എന്ന് പറഞ്ഞ ഫിലിമിലെ മംഗലശ്ശേരി നീലകണ്ഠൻ്റെ തറവാടായിട്ടാണ് ഈ ഒരു തറവാട് ക്ലിക്കായത്. തുടർന്ന് ഏകദേശം 150-ലധികം ഫിലിം ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ആറാം തമ്പുരാൻ, നരസിംഹം, ചന്ദ്രോത്സവം, രാവണപ്രഭു, രാപ്പകൽ. തറവാടിൻ്റെ പുറത്തെ കാഴ്ചകളാണ്. ഇവിടെ അതൊക്കെ ജഡ്ജിമാരൊക്കെ വന്നിട്ടുണ്ട്. ശരത്തിന്റെ വീട് അതല്ലേ, ഖത്തറിലല്ലേ? ഇതെവിടെ? ഓക്കെ ഓക്കെ ഓക്കെ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് പാലക്കാട് ജില്ലയിലാണ്. പാലക്കാട് ജില്ലയിൽ മലമ്പുഴ ഡാം കണ്ടതിന് ശേഷം നമ്മളിപ്പോൾ ഇനി പോകുന്നത് ഒറ്റപ്പാലത്തിലേക്കാണ്. ഒറ്റപ്പാലം പോകുന്ന റൂട്ടിലുള്ളത് പാലക്കാട് സിറ്റി ടച്ച് ചെയ്തിട്ടാണ് പോകുന്നത്. മെയിനായിട്ടുള്ള സിറ്റിക്കെത്തിലും സിറ്റിനോട് അടുത്ത സ്ഥലങ്ങളിൽ ടച്ച് ചെയ്തിട്ടാണ് പോകുന്നത്. നമ്മളിപ്പോൾ മുന്നിൽ സിഗ്നലുണ്ട്. അതുകൊണ്ട് തന്നെ സിഗ്നലിൽ പോയി കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ വെയിലുള്ള കാരണം തന്നെ എല്ലാവരും ഇവിടെ സിഗ്നലിൽ ഒരു 100 മീറ്റർ അപ്പുറം പാർക്ക് ചെയ്തിട്ട് സിഗ്നൽ ഓപ്പൺ ആകുന്ന സമയത്ത് പോകുന്നതാണ്. എസ്പെഷ്യലി ബൈക്കറായിട്ടുള്ള ആളുകൾ ബൈക്ക് അവിടെ പോയി കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്ത് നല്ല വെയിലായ കാരണത്താലാണ് അവിടെ ബാക്കിലൊക്കെ ആളുകളുണ്ട്. ഇപ്പോൾ നമ്മളത് കുറച്ച് മുന്നേ എത്തിയിട്ടുണ്ട്. ഏകദേശം സിഗ്നൽ തുറക്കാനായിട്ടുണ്ട്. മലമ്പുഴ ഡാമിൽ നിന്നും ഒറ്റപ്പാലത്തേക്കുള്ള ദൂരം എന്ന് പറഞ്ഞാൽ ഏകദേശം 43 കിലോമീറ്ററോളം. ഏകദേശം 1 മണിക്കൂറും 10 മിനിറ്റിൻ്റെ അടുത്ത് സമയം എടുക്കുന്നുണ്ട്. പാലക്കാടിൻ്റെ അവസാന 1-2 കാഴ്ചകളാണ് നമ്മളിനി പോകുന്നത്. പാലക്കാട് സിറ്റിനോട് അടുത്ത സ്ഥലം ടച്ച് ചെയ്ത് നമ്മൾ ഒറ്റപ്പാലത്ത് പോകുമ്പോൾ ഒറ്റപ്പാലത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയുന്നതിന് തന്നെ മലയാള ഫിലിം ഷൂട്ട് ചെയ്യുന്ന പ്ലേസ് ഉണ്ട്. ആ ഷൂട്ടിംഗ് പ്ലേസിലേക്ക് പോകണം. അതിന് ശേഷം നമ്മൾ സുഹൃത്തായിട്ടുള്ള ശരത്തിൻ്റെ വീട്ടിൽ പോകണം. പിന്നീട് കലാമണ്ഡലം പോകാണ്ട് അങ്ങനെ 1-2 ലൊക്കേഷനും കൂടി പോയിട്ട് നമ്മൾ നേരെ തൃശ്ശൂർ ജില്ലയെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. നമ്മളിതാ നല്ല അടിപൊളിയായിട്ടുള്ള റോഡാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു മലമ്പുഴയിൽ നിന്നും ഒറ്റപ്പാലത്തേക്ക് പോകുന്ന റൂട്ട്. മുന്നിൽ സിഗ്നലുണ്ട്. നമ്മൾ സീബ്ര ലൈനിലാണ് ക്രോസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് കുറച്ച് നമ്മൾ ബാക്ക് എടുത്ത് കൊടുത്ത് ആളുകളോട് വിട്ടിട്ടുണ്ട്. പക്ഷേ മുന്നിലൊക്കെ വണ്ടി പോയി നിൽക്കുന്നുണ്ട്. ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും പോകാനുള്ളത് ഫ്രീ ലെഫ്റ്റ് ഉണ്ട്. അതേപോലെ തന്നെ റൈറ്റിലേക്കാണ് നമ്മൾ പോകേണ്ടത്. അതുകൊണ്ട് തന്നെ കുറച്ച് ഫ്രണ്ടിൽ പോയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. പല നാടുകളിലും പല മോഡലായിരിക്കും സിഗ്നൽ. അതുകൊണ്ട് തന്നെ അതൊക്കെ ചില സമയത്ത് കറക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റൂല. നമുക്കൊരു ഐഡിയ കിട്ടൂല. മറ്റുള്ള വണ്ടികളെ ഫോളോ അപ്പ് ചെയ്ത് നമുക്ക് മുന്നോട്ട് പോവാം. അങ്ങനെ പാലക്കാടിനോട് ടച്ച് ചെയ്ത് പോകുന്നുണ്ട്. ഫസ്റ്റിൽ നമുക്ക് ഇനി ലഞ്ച് ലഞ്ച് കഴിച്ചതിന് ശേഷം വീഡിയോ അപ്ലോഡ് ചെയ്യാനുള്ളൊരു ലൊക്കേഷൻ നോക്കണം. എല്ലാ സമയത്തും നമുക്ക് വീഡിയോ ഏകദേശം 2 GB 3 GB ഒക്കെ ഓരോ ദിവസത്തെ വീഡിയോ വരുന്ന സമയത്ത് തന്നെ നമുക്ക് മൊബൈൽ ഡാറ്റ ഉപയോഗിച്ച് നമുക്ക് ഒരിക്കലും പോസ്റ്റ് ചെയ്യാൻ പറ്റില്ല. നല്ല രീതിയിൽ തന്നെ സമയമെടുക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ വൈഫൈ എക്സ്പെക്റ്റ് ചെയ്തിട്ട് ഏതെങ്കിലും നെറ്റ് കഫേലോ അങ്ങനെ ഇതിലൊക്കെ ടച്ച് ചെയ്ത് അവിടെ ഒന്ന് കണക്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ അവിടുന്ന് നെറ്റ് ഉപയോഗിച്ചതിന് ശേഷം നമ്മൾ വീഡിയോ എല്ലാ ദിവസവും അപ്ലോഡ് ചെയ്യുന്നത്. ഓരോരോ ദിവസവും ഓരോരോ ജില്ലയിൽ നിന്നും നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന അവരെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ആളുകളെ നമ്മൾ വ്ളോഗിൽ ഇടാറുണ്ട്. അപ്പോൾ ഒരിക്കലും മറക്കാൻ കഴിയില്ല. അങ്ങനെ നമ്മൾ ഹെൽപ്പ് ചെയ്ത് നമ്മൾ ചോദിച്ച് ഹെൽപ്പ് തരുന്ന ആൾക്കാരെ നമ്മൾ ആ വീഡിയോയിൽ ഉൾപ്പെടുത്തി നമ്മൾ ആ ഒരു ഏരിയയും ലൊക്കേഷനൊക്കെ കാണിക്കാറുണ്ട്. അപ്പോൾ നമ്മളിതാ പോകുന്നത് ഒറ്റപ്പാലത്തേക്കാണ്. പാലക്കാടാണെങ്കിൽ അതുപോലെ തന്നെ മറ്റുള്ള ഏത് ജില്ലയിലും ഇപ്പോൾ കഴിഞ്ഞ ജില്ലകൾ കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട്, മലപ്പുറം ആയിക്കഴിഞ്ഞാലും എവിടെയും റോഡ് ഒരു മോശമായിട്ട് നമുക്ക് തോന്നിയിട്ടില്ല. നല്ല രീതിയിൽ തന്നെ എസ്പെഷ്യലി പാലക്കാട് ജില്ലയിൽ കയറിയതോടു കൂടി നല്ല അടിപൊളി റോഡാണ്. നമുക്ക് വീണ്ടും നമ്മൾ ബ്ലോഗിൽ പറയുന്നുണ്ട്. നല്ല അടിപൊളി റോഡ് എന്ന് പറഞ്ഞാൽ റോഡ് സൈഡിൽ തന്നെ നമ്മൾ പാർക്കിംഗ് ഏരിയയിൽ തന്നെ അത്യാവശ്യം നല്ല ഒരു വൈഡായിട്ട് തന്നെ റോഡ് പാർക്ക് ചെയ്യാനുള്ള ഒരു സൗകര്യം നമുക്ക് കാണുന്നുണ്ട്. മുന്നിലത്തെ റോഡ് പോകുന്ന ട്രാക്കും അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് നമ്മൾ പാർക്കിംഗ് ഏരിയയും നല്ല വലിപ്പമുണ്ട്. അങ്ങനെ നമ്മളിതാ ഒറ്റപ്പാലത്ത് എത്തിയിട്ടുണ്ട്. ഒറ്റപ്പാലം ജംഗ്ഷനിലുള്ളത്. ഒറ്റപ്പാലത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരു ഭാരതപ്പുഴയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ഒരു പ്ലേസാണ് ഒറ്റപ്പാലം. ഒറ്റപ്പാലം നമ്മൾ ഓർക്കുമ്പോൾ തന്നെ ആ ഒരു ഷൂട്ടിംഗ് പ്ലേസാണ് ഓർമ്മ വരല്. ഒരുപാട് ചരിത്രങ്ങൾ ഉണ്ടായിട്ടുള്ള നാടാണ് ഈ ഒറ്റപ്പാലം. നല്ല അടിപൊളിയായിട്ടുള്ള പ്ലേസാണ് ഒറ്റപ്പാലത്ത് നിന്ന് നമ്മൾ ഷൂട്ടിംഗ് പ്ലേസിലേക്ക് ഏകദേശം 6 കിലോമീറ്ററോളം ഉണ്ട്. 13 മിനിറ്റ് കൊണ്ട് നമുക്ക് ലൊക്കേഷനിൽ എത്താൻ പറ്റും. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് നമുക്ക് ജസ്റ്റ് ഡ്രിങ്ക്സ് എല്ലാം കുടിച്ച് ഒന്ന് സെറ്റായിട്ട് വീഡിയോ പോസ്റ്റ് ചെയ്യണം. ഫസ്റ്റിൽ നമുക്ക് ഇവിടെ എവിടെയും ചോദിച്ചു നോക്കാം. അപ്പോൾ പാലക്കാട് ഒറ്റപ്പാലത്ത് എത്തിയിട്ടുണ്ട്. നമ്മളിപ്പോൾ വീഡിയോ പോസ്റ്റിനായിട്ട് ഇപ്പോൾ എന്താണ് നമ്മളൊരു ജ്യൂസ് എന്ന് പറഞ്ഞ ഷോപ്പിലാണ് ഉള്ളത്. ഷോപ്പെല്ലാം കാണിച്ചു തരാം. അവരൊന്നും നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. ഓരോ ദിവസം പല വ്യത്യസ്തമായിട്ടുള്ള ഷോപ്പുകളിലായിരിക്കും നമുക്ക് അപ്ലോഡ് ചെയ്യാനായിട്ട് നമുക്ക് തരുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ പാലക്കാട് ഒറ്റപ്പാലത്തുള്ള ജ്യൂസി എന്ന് പറഞ്ഞ ഷോപ്പിലുള്ളത്. അപ്പോൾ ഗ്ലാസ്സിൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ജ്യൂസ് എല്ലാം കുടിച്ച് ജസ്റ്റ് ഒന്ന് റിഫ്രഷ് ആയിട്ട് നമുക്ക് ഇതാ വീണ്ടും പോകുന്നത് നമ്മളെ ഷൂട്ടിംഗ് പ്ലേസിലേക്കാണ്. ഒറ്റപ്പാലത്ത് നിന്നും ഷൂട്ടിംഗ് പ്ലേസിലേക്ക് ഏകദേശം 13 മിനിറ്റോടെ നമുക്ക് റീച്ച് ചെയ്യാൻ പറ്റും. നല്ല രീതിയിൽ തന്നെ ബ്ലോക്ക് കാണുന്നുണ്ട്. നമ്മളെ ലൊക്കേഷൻ്റെ പേര് വരിക്കാശ്രീ മന എന്ന് പറഞ്ഞിട്ടുള്ള ലൊക്കേഷനാണ് നെയിം. നമ്മൾ അങ്ങോട്ടേക്ക് പോവാതായിരുന്നാലും
സ്റ്റാൻഡിൽ നിന്ന് ബസ് വരുന്നതാണ്. നല്ല റഷ് ഉണ്ട്. നമുക്ക് എങ്ങനെയെങ്കിലും ഗ്യാപ്പ് വെച്ച് നമുക്ക് അകത്തേക്ക് കയറാം. അതെല്ലാം ഫ്രീ ആയിട്ട് നമുക്ക് ഞാൻ നേരെ പോകുന്നത് വരിക്കാസിന് മല ഷൂട്ടിംഗ് പ്ലേസിലേക്കാണ്. ഒറ്റപ്പാലത്തെ ബെസ്റ്റ് പ്ലേസ് എല്ലാം നമുക്ക് സജസ്റ്റ് ചെയ്തതെല്ലാം നമ്മളെ ശരത്തിൻ്റെ ഫ്രണ്ടായിട്ടുള്ള അപ്പുവാണ്. അപ്പോൾ നമ്മൾ കോൺടാക്ട് ചെയ്ത് അവനോട് എല്ലാ ഡീറ്റെയിലും നമുക്ക് അയച്ചു തന്നെ. അപ്പോൾ അവനെ ഫോളോ അപ്പ് ചെയ്തപ്പോൾ പോകുന്നത് അവനിപ്പോൾ ലൊക്കേഷനൊക്കെ അയച്ചു തന്നെ നമുക്ക് അങ്ങോട്ട് പോകണം. അവിടുത്തെ ഷൂട്ടിംഗ് പ്ലേസിൻ്റെ കാഴ്ചകൾ കണ്ടതിന് ശേഷം നമുക്ക് തിരിച്ചു പോകുന്നത് നമ്മളെ ശരത്തിൻ്റെ വീട്ടിലാണ്. ശരത്തിൻ്റെ വീട്ടിൽ പോയതിന് ശേഷം നമ്മൾ നേരെ കലാമണ്ഡലത്തിലും കൂടി പോയതിന് ശേഷമാണ് നമ്മൾ നേരെ തൃശ്ശൂർ ജില്ലയ്ക്ക് പോകാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ നമ്മളിതാ ഷൂട്ടിംഗ് പ്ലേസിൻ്റെ ലൊക്കേഷനിലേക്ക് കയറിയിട്ടുണ്ട്. ഏകദേശം 2-3 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ലൊക്കേഷനിൽ എത്താൻ കഴിയും. സെറ്റിലായിട്ട് ചെയ്ത ഒരു അമ്പലമുണ്ട്. അത്യാവശ്യം നല്ല പഴക്കമുള്ള ഒരു അമ്പലം തന്നെയാണെന്ന് കണ്ടിട്ട് തോന്നുന്നു. പുറത്തേക്ക് നമ്മൾ അകത്തേക്ക് കയറുന്നില്ല. നമ്മൾ നേരെ ഷൂട്ടിംഗ് പ്ലേസിൻ്റെ ലൊക്കേഷൻ വെച്ചിട്ടാണ് പോകുന്നത്. മലയാള സിനിമയിലെ തറവാടുകളെല്ലാം കണ്ടതെല്ലാം നമ്മൾ ഈ ഒരു ഒറ്റപ്പാലത്തെ വരിക്കാസിനി മന എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പ്ലേസാണ്. ഈ ഒരു ലൊക്കേഷൻ വരുന്നത് പാലക്കാട് ഒറ്റപ്പാലത്തിന് സമീപം മിനിശ്ശേരിയിലാണ് ഈ ലൊക്കേഷൻ വരുന്നത്. നമ്മളിത് ആ ലൊക്കേഷൻ്റെ തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട്. സേഫായിട്ടുള്ളൊരു പാർക്കിംഗ് നോക്കണം. നമ്മളിതായി കാണുന്ന റൈറ്റ് സൈഡിലേക്കുള്ള റൂട്ടാണ് അവിടേക്ക് പോകുന്നത്. നമ്മൾ പുറത്ത് പാർക്ക് ചെയ്യാന്നുള്ളൊരു പ്ലാൻ ആക്കിയിട്ട് പുറത്തെല്ലാം വണ്ടി കാണുന്നതോടുകൂടി നമ്മളിതാ പുറത്ത് പാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ അകത്തേക്ക് കയറാം. നമ്മളിതാ ബൈക്കുകൾ പാർക്ക് ചെയ്തതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ഇതാ ഒരാൾ ഇവിടേക്ക് പാർക്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പാർക്ക് ചെയ്തിട്ടുണ്ട്. സേഫായിട്ട് നമുക്ക് അകത്ത് കയറാം. കയറുന്നതിന് മുന്നേ തന്നെ ഇതാ പുറത്ത് വലിയൊരു ബോർഡ് വെച്ചിട്ടുണ്ട്. അകത്തേക്ക് അനുവാദം കൂടാതെ വണ്ടിയൊന്നും കയറ്റാൻ പാടില്ല. 30 രൂപ പെർ ഹെഡ് ചാർജ് വന്നിട്ടുണ്ട്. ഏകദേശം 2 മാസം മുന്നേ ഇവിടെ ഷൂട്ടിംഗ് നടന്നിട്ടുണ്ടായിരുന്നു പറഞ്ഞ് നമ്മൾ പുറത്ത് ചോദിച്ചപ്പോൾ ഷൂട്ടിംഗ് സമയത്ത് ഒരിക്കലും ഈ ഒരു ഭാഗത്തേക്ക് അലോ ചെയ്യൂല. പുതുതായിട്ട് വരുന്ന ഒരു ബിൽഡിംഗ് ആണ്. അതിൻ്റെ അകത്ത് ഇനി ഒരു ഫുഡ് കോർട്ടൊക്കെ ആയിട്ട് വരുന്നുണ്ടെന്നാണ് പറഞ്ഞത്. ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ടാണ് അവരിപ്പോൾ നിലവിലുള്ളത്. നല്ല രീതിയിൽ തന്നെ ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഏകദേശം 300 വർഷത്തിലധികം പഴക്കമുണ്ട്. അതിലുപരി 6 ഏക്കറിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. തീർത്ഥം എന്ന മലയാള ഫിലിമാണ് ഇവിടെ ആദ്യമായിട്ട് ഷൂട്ട് ചെയ്തത്. ശേഷം മോഹൻലാൽ അഭിനയിച്ച ദേവാസുരം എന്ന് പറഞ്ഞ ഫിലിമിലെ മംഗലശ്ശേരി നീലകണ്ഠൻ്റെ തറവാടായിട്ടാണ് ഈ ഒരു തറവാട് ക്ലിക്കായത്. തുടർന്ന് ഏകദേശം 150-ലധികം ഫിലിം ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. 6-ാം തമ്പുരാൻ, നരസിംഹം, ചന്ദ്രോത്സവം, രാവണപ്രഭു, രാപ്പകൽ, വല്യേട്ടൻ, ബസ് കണ്ടക്ടർ, ദ്രോണ, മാടമ്പി, സിംഹാസനം തുടങ്ങിയ ഒരുപാട് ഫിലിം ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളിതാ അകത്ത് കയറിയിട്ടുണ്ട്. നടുമുറ്റാണ് കാണുന്നത്. പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. ഒരുപാട് ഫിലിം ഷൂട്ട് ചെയ്തുകൊണ്ട് തന്നെ. പക്ഷേ ഒരുപാട് പഴക്കമുള്ള ഈ ഒരു തറവാടിൻ്റെ കാഴ്ച കാണാൻ വളരെയധികം ഭംഗിയുണ്ട്. ഈ ഒരു അകത്തേക്കുള്ള എൻട്രി എന്ന് പറഞ്ഞാൽ ഏകദേശം മോർണിംഗിൽ 9:30 തൊട്ട് വൈകിട്ട് 5 മണി വരെ സന്ദർശകർക്കായിട്ടുള്ള സമയം. ഷൂട്ടിംഗ് സമയത്ത് ഈ ഒരു തറവാട്ടിലേക്ക് ഒരിക്കലും അലോ ചെയ്യൂല. നമ്മളിത് അകത്തെ കാഴ്ചകളൊക്കെ ആയിട്ട് കാണാൻ പോവാ. ഒരുപാട് ആളുകളുണ്ട് അകത്തെല്ലാം. നമ്മളിപ്പോൾ പോകുന്നത് കിച്ചണിൻ്റെ ഒക്കെ ആ ഒരു ഭാഗത്തേക്കാണ് പോകുന്നത്. നല്ല അടിപൊളിയായിട്ടുള്ള കാഴ്ചകളാണ്. നമ്മളെ മലപ്പുറം ഭാഷയിൽ പറയണമെന്നുണ്ടെങ്കിൽ ഇവർ കാണുന്നത് അമ്മിയും ഒരല്, അതേപോലെ തന്നെ അതാ മേൽഭാഗത്തേക്കൊക്കെ നോക്കി കഴിഞ്ഞാൽ വിറകെല്ലാം സൂക്ഷിച്ച് വെക്കുന്ന ഒരു പ്ലേസാണ്. പുറത്തിതാ വേറെ നല്ലൊരു അത്യാവശ്യം സ്പേസുള്ളൊരു ഏരിയനെ കാണുന്നുണ്ട്. ഫിലിമൊക്കെ നടക്കുന്ന സമയത്ത് ചിലപ്പം അഡീഷണലായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെക്കാനുള്ളതായിരിക്കും. കിച്ചണിൽ നിന്ന് നേരെ നോക്കിക്കഴിഞ്ഞാൽ കിണറാണ്. കിണറിനോട് ഇതാ ചാരിയിട്ട് വെള്ളം കോരാനുള്ള പാളം കയറൊന്നുമില്ല. ജസ്റ്റ് ഇതൊരു മെഷീന് പോലെ, എന്തോ ഇതിൻ്റെ പേരെന്താണെന്ന് കറക്റ്റായിട്ട് അറിയില്ല. അമ്മ ഇവിടെ കാണുന്നുണ്ട്. അഗെയിൻ പിന്നെ നെക്സ്റ്റ് നമ്മളടുത്ത് വരുന്ന വേറെ ലൊക്കേഷനിലേക്കാണ്. ഇവിടെ ഒരു കിച്ചണിന് നന്നായിട്ട് കുക്കൊക്കെ ചെയ്യുന്നതാണ്. ചിലപ്പം ഫിലിം ഷൂട്ട് ചെയ്യുന്ന സമയത്ത് കുക്കിംഗ് നടക്കുന്നുണ്ടായിരിക്കും. വീണ്ടും നമ്മളിതാ നടുമുറ്റത്തേക്കാണ് വന്നിട്ടുള്ളത്. നടുമുറ്റത്തെ കാഴ്ചയൊക്കെ അടിപൊളിയാണ്. നമുക്ക് ഏതൊക്കെ ഫിലിമിൽ നിന്നൊന്നും ഓർത്തെടുക്കാൻ കഴിയുന്നില്ല. നമ്മൾ വീണ്ടും ഇതാ എക്സിറ്റ് അടിച്ച് പോകുന്നത് വന്ന റൂട്ടിൽ തന്നെ തിരിച്ചു പോവാണ്. അകത്തേക്ക് ഒരിക്കലും നമ്മൾ ചെരുപ്പിട്ട് കയറ്റൂല. പുറത്ത് ചെരുപ്പ് വെച്ചിട്ട് വേണം കയറണം എന്നുണ്ടെങ്കിൽ. നമ്മളിതാ തറവാടിൻ്റെ പുറത്തെ കാഴ്ചകളാണ്. ഇവിടെ അതൊക്കെ ജഡ്ജിമാരൊക്കെ വന്നിട്ടുണ്ട് കാണാനായിട്ട്. നമ്മളിതാ തൊട്ടടുത്ത് വേറൊരു തറവാട്ടിലേക്കാണ് പോകുന്നത്. ഫിലിം ഷൂട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് റീവർക്ക് നടക്കുന്നുണ്ട്.
പക്ഷേ ചില ഏരിയകളിൽ പോയി കഴിഞ്ഞാൽ ഇതാ ഈ കാണുന്ന വാതിലൊക്കെ നല്ല പഴക്കമുണ്ട്. നമ്മൾ മേൽ ഭാഗത്തേക്ക് പോയി നോക്കാം. മേലേക്ക് പോകുന്ന കോണിയില്ല, ഈ ഒരു ഭാഗത്താണുള്ളത്. ഫുൾ മരം കൊണ്ടാണ് നിർമ്മിച്ചെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നല്ല സ്റ്റൈലുണ്ട് കാണാനായിട്ട്. നമ്മളിപ്പോൾ ആ മേൽഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. മേൽ നിന്നും പുറത്തേക്കുള്ള കാഴ്ചകൾ അടിപൊളിയാണ്. ഏകദേശം 3 നിലകളിലൊക്കെ ആയിട്ടാണ് ഓരോരോ തറവാടുള്ളത്. നമുക്ക് പുറത്തിറങ്ങിയിട്ട് അമ്പലത്തിൻ്റെ ആ ഒരു ഭാഗത്തേക്കൊക്കെ പോകാണ്ട്. ഇവിടെ താമസമുള്ള വീടുകളും അകത്തുണ്ട്. തറവാട് വിസിറ്റ് ചെയ്യാൻ വന്നിട്ടുള്ള ഒരു ജഡ്ജായിരുന്നു. ജഡ്ജ് ഇതാ കണ്ട് പോകുന്നുണ്ട്. നമ്മൾ ഈ ഒരു കാണുന്ന തറവാട്ടിലൊക്കെ ആളുകൾ താമസമല്ലാണ്ട് കേട്ടോ. അതിൻ്റെ അകത്തേക്ക് എൻട്രി ഇല്ല. പക്ഷെ നമ്മളിതാ സൈഡിൽ കൂടെ പോയി കഴിഞ്ഞാൽ അമ്പലം കാണുന്നുണ്ട്. അമ്പലത്തേക്ക് പ്രവേശനമില്ല. അധികാരികളോട് ചോദിച്ചു കഴിഞ്ഞാൽ അകത്തേക്ക് കയറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവിടെ പുറത്ത് ബോർഡ് വെച്ചിട്ടുണ്ട്. പക്ഷേ പബ്ലിക്കിൽ വന്നിട്ട് വിസിറ്റേഴ്സിന് ആർക്കും അകത്തേക്ക് അലോ ചെയ്യുന്നില്ല. നമ്മളിതാ കുറച്ചുകൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അമ്പലത്തേക്കുള്ള ഒരു എൻട്രൻസ് ആണ്. തിരിച്ച് നേരെ വന്നു കഴിഞ്ഞാൽ ഇതാ കുളത്തിലേക്ക് പോകുന്ന റൂട്ടാണിത്. ഇവിടെ നന്നായിട്ട് ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കുളത്തേക്ക് എൻട്രി ഇല്ല. നമ്മൾ ജസ്റ്റ് ആ റൂട്ട് മാത്രം കാണാൻ കഴിയുള്ളൂ. അപ്പോൾ ഈ രീതിയിലേക്ക് ഇനി വരിക്കശ്ശേരി മനയിലെ കാഴ്ചകൾ നമ്മളിതാ അവിടെ നിന്ന് സ്കിപ്പ് ചെയ്ത് നെക്സ്റ്റ് നമ്മൾ പോകുന്നത് നമ്മളെ സുഹൃത്തായിട്ടുള്ള ശരത്തിൻ്റെ വീട്ടിലേക്കാണ്. അപ്പോൾ അടിപൊളിയായിട്ട് കാഴ്ചകൾ കാണാൻ പറ്റി. പാലക്കാട് ജില്ല എക്സ്പ്ലോർ ചെയ്യുമ്പോൾ മസ്റ്റായിട്ട് വരേണ്ട ഒരു ലൊക്കേഷൻ തന്നെയാണ് ഈ ഒരു വരിക്കശ്ശേരി മന. ഏതായാലും നമുക്ക് വരാൻ പറ്റി നല്ല രീതിയിലുള്ള കാഴ്ചകൾ കാണാൻ പറ്റി. നമ്മൾ ഇനി പോകുന്നത് നമ്മളെ ശരത്തിൻ്റെ വീടിൻ്റെ ലൊക്കേഷൻ വെച്ചിട്ടാണ് പോകുന്നത്. വരിക്കശ്ശേരി മനയിൽ നിന്നും നമ്മളെ ശരത്തിൻ്റെ വീട്ടിലേക്ക് ഏകദേശം 11 കിലോമീറ്റർ ഉണ്ട്. 20 മിനിറ്റ് കൊണ്ട് നമുക്ക് ലൊക്കേഷനിൽ റീച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളിതാ റൈഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പാലക്കാട് ജില്ല നമുക്ക് നെക്സ്റ്റ് എക്സ്പ്ലോർ ചെയ്യാനുള്ളത് കലാമണ്ഡലത്തിൽ പോകാണ്ട്. അത് ഇനി ശരത്തിൻ്റെ വീട്ടിൽ പോയതിന് ശേഷം നമ്മൾ ഇനി അങ്ങോട്ടേക്ക് ആ ഒരു ലൊക്കേഷൻ വെച്ചാണ് പോകുന്നത്. അതിനുശേഷം നമ്മൾ നേരെ തൃശ്ശൂർ ജില്ലയിൽ പോകുന്നത്. തൃശ്ശൂർ ജില്ലയിലേക്ക് ഒറ്റപ്പാലത്ത് നിന്ന് വഴി നമ്മൾ തൃശ്ശൂർ ജില്ല അങ്ങനെ പോകുന്ന റൂട്ടിലാണ് ഈ ഒരു കലാമണ്ഡലം ഉള്ളത്. ഏകദേശം ചേലക്കര ആ ഭാഗത്താണ് എന്ന് പറഞ്ഞിട്ടുള്ളത്. നമ്മളിതാ ശരത്തിൻ്റെ ലൊക്കേഷനിൽ എത്തി തുടങ്ങിയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടുള്ള കാഴ്ചകളാണ് പുറത്തെ കാഴ്ചകൾ. ഉച്ച സമയമായതുകൊണ്ട് നല്ല പാറക്കെട്ടിൻ്റെ ആ ഒരു കാഴ്ച, പാറിൻ്റെ മേലൊക്കെ വ്യൂ അടിപൊളിയാണ്. നമുക്ക് ഇനിതാ ഇവിടുന്ന് പോകുന്നത് ലെഫ്റ്റാണ്. ചെറുപ്പുളശ്ശേരി റോഡാണെന്നാണ് അവിടെ പുറത്ത് ബോർഡ് വെച്ചിട്ടുള്ളത്. ഏകദേശം നമ്മളിതാ ലെഫ്റ്റിൽ കയറിയിട്ട് ഒരു 10 മിനിറ്റ് കൊണ്ടേ നമുക്ക് എത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കറക്റ്റായിട്ടുള്ള ലൊക്കേഷൻ അറിയില്ല. അവൻ്റെ തൊട്ടടുത്തുള്ള സ്പോർട്സ് ക്ലബിൻ്റെ ലൊക്കേഷൻ വെച്ചിട്ടാണ് പോകുന്നത്. നമ്മൾ ഏകദേശം എത്താനായി തുടങ്ങിയിട്ടുണ്ട്. പാലക്കാട് ജില്ലയിൽ കയറി ഉടനെ തന്നെ നമ്മൾ ശരത്തിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ശരത്ത് അപ്പോൾ തന്നെ പറഞ്ഞിട്ടായിരുന്നു നമുക്ക് നൈറ്റിൽ സ്റ്റേ ചെയ്യാൻ ഇങ്ങോട്ട് പോരാ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ മണ്ണാർക്കാട് നിന്നും നമ്മൾ ഒറ്റപ്പാലത്തേക്ക് അത്യാവശ്യം ഒരു സമയം ഓടാനുള്ള കാരണം തന്നെ നമുക്ക് അവിടുത്തെ കാഴ്ചകൾ കണ്ടതിന് ശേഷം ഇങ്ങോട്ടേക്ക് വരാമെന്നാക്കിയിട്ടുണ്ട്. ഇപ്പോൾ രണ്ടാമതൊരു ദിവസം നമുക്ക് ഇനി ഇവിടെ പാലക്കാട് സ്റ്റേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. നമുക്ക് ഇനി നെക്സ്റ്റ് തൃശ്ശൂർ പോകണം. തൃശ്ശൂർ എത്തിയതിന് ശേഷം അവിടുത്തെ കാഴ്ചകൾ കണ്ടിട്ട് തൃശ്ശൂർ ഏകദേശം ഉണ്ട് സ്റ്റേ ചെയ്തതിന് ശേഷം നമ്മൾ പോകുന്നത് എറണാകുളം വഴിയായിരിക്കും പോകുന്നത്. എറണാകുളത്തും സ്റ്റേ ചെയ്യുമെന്നുള്ള അറിയില്ല. എറണാകുളം ഫോർട്ട് കൊച്ചി ഒരുവിധം കാഴ്ചകളൊക്കെ കണ്ടതാണ്. അപ്പോൾ എറണാകുളം ജസ്റ്റ് എക്സ്പ്ലോർ ചെയ്തതിന് ശേഷം നമ്മൾ നേരെ ആലപ്പുഴ പിടിക്കും. ആലപ്പുഴ ഹരീഷ് വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. ഹരീഷിൻ്റെ നാട്ടിലേക്ക് പോകാണ്ട്. അങ്ങനെ ഏകദേശം നമ്മളിതാ ശരത്തിൻ്റെ നാട്ടിലെത്തിയിട്ടുണ്ട്. എക്സാക്ട് ലൊക്കേഷനിൽ ഇപ്പോൾ നമ്മൾ റീച്ച് ചെയ്തിട്ടുണ്ട്. നമ്മളിതാ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് നമ്മൾ സ്പോർട്സ് ക്ലബ്ബ് കാണുന്നത്. സ്പോർട്സ് ക്ലബ്ബൊന്നും കാണുന്നില്ല ഇവിടെ റൂട്ടിൽ നോക്കിയിട്ട്. കുറച്ചുകൂടെ മുന്നോട്ട് പോയൊക്കെ നമ്മളെ ലൊക്കേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. യെസ്, അങ്ങനെ കറക്റ്റായിട്ട് നമ്മളിതാ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു കാണുന്നതാണ് സ്പോർട്സ് ക്ലബ്ബ്. കുറച്ചുകൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാലാണ് നമ്മളെ ലൊക്കേഷൻ എന്ന് പറഞ്ഞ്. അപ്പോൾ നമ്മളിതാ വീണ്ടും റൈഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സൈഡിലൊക്കെ ആയിട്ട് നല്ലൊരു കായൽ പോലെ കാണുന്നുണ്ട്. ഇറങ്ങി കുളിക്കാൻ പറ്റുമോ എന്നുള്ള അറിയില്ല. കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ലെഫ്റ്റിൽ കാണുന്നതാണെന്ന് പറഞ്ഞു. പക്ഷേ ഈ ഒരു കാണുന്ന ലെഫ്റ്റല്ല. നമ്മൾ താഴെ ഭാഗത്ത് ചോദിച്ചപ്പോൾ ശരത്ത് ഒരുപാട് ആൾക്കാരുണ്ട്. അതുകൊണ്ട് തന്നെ കൺഫ്യൂഷൻ ആവുന്നുണ്ട് ആളുകൾക്ക്. ശരത്തിൻ്റെ നാട്ടിൽ ഒരുപാട് ശരത്തുണ്ട്. അതുകൊണ്ട് നമ്മളിതാ പല ആളുകളും ചോദിച്ചപ്പോഴും
ശരത്തിൻ്റെ വീട് താഴെ ഭാഗത്തൊക്കെ കാണിച്ചു തന്നത്. നമ്മൾ തിരിച്ചയക്കാൻ ഈ ഒരു ലൊക്കേഷനിൽ വന്നത് നമ്മൾ ഖത്തറിലുള്ള ശരത്തിനെ ചോദിച്ചപ്പോഴാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. ശരത്തിൻ്റെ വീട് ഏതാ? ശരത്തിൻ്റെ വീട് അതല്ല ഖത്തറിലല്ല ഇതെവിടെ? ആ ഓക്കെ ഓക്കെ ഓക്കെ. അങ്ങനെ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. ശരത്തിൻ്റെ അമ്മ അവിടെ നിന്ന് ഇങ്ങനെ നോക്കുന്നുണ്ട് സേഫായിട്ട് പാർക്ക് ചെയ്യാൻ ഫസ്റ്റ്. അമ്മ എന്താ വിശേഷം? സുഖമല്ലേ? ആരാ പറഞ്ഞേ? ശരത്ത് പറഞ്ഞാ? ആ അപ്പുണ്ട് ആ അപ്പു രണ്ടാളും ഒപ്പുണ്ടല്ലോ അല്ലേ? എനിക്കറിയാം. ഞാൻ അപ്പുറം പോയി നേരെ. ആ നമ്മളങ്ങനെ ശരത്തിൻ്റെ വീട്ടിലെത്തി. വണ്ടിയോടെ പാർക്ക് ചെയ്തിട്ടുണ്ടാ. ശരത്തിൻ്റെ പുതിയതായിട്ട് നിർമ്മിച്ച വീടാണ്. കല്യാണം കഴിഞ്ഞ് പെട്ടെന്ന് പയ്യൻ പോയിട്ടാ. അവിടെ ഫോട്ടോ ഒക്കെ നിൽക്കുന്നുണ്ട്. കല്യാണം 7-ാം തീയതി ആയിരുന്നില്ല, കഴിഞ്ഞ സെപ്റ്റംബർ 7-നായിരുന്നു കല്യാണം. അതിന് നമുക്ക് എത്താൻ കഴിഞ്ഞില്ല. പക്ഷേ ഒക്കെ നമ്മളതാ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. ശരത്ത സെറ്റ് അമ്മയുടെ ചോറൊക്കെ വിളമ്പുന്നുണ്ട്. അങ്ങനെ നമ്മളിതാ പാലക്കാട് വന്ന് നമ്മൾ ശരത്തിൻ്റെ വീട്ടിലാണ് ഇപ്പോൾ ഫുഡ് കഴിക്കുന്നത്. ശരത്തിൻ്റെ അമ്മ നല്ല ചോറ് ഇലയിൽ ചോറൊക്കെ വെച്ച് ഇന്ന് സെറ്റാക്കി തന്ന്. അപ്പോൾ താങ്ക് യു ശരത്ത. ഫുഡെല്ലാം കഴിച്ച് നമ്മളിതാ അമ്മയോട് കുറച്ച് നേരം സംസാരിച്ചൊക്കെ ഇരുന്ന് അങ്ങനെ നമ്മളിനി പോകുന്നത് പാലക്കാട് ജില്ലയിലെ അവസാന കാഴ്ച കലാമണ്ഡലത്തിലേക്കാണ് പോകുന്നത്. അച്ഛൻ്റെ സ്കൂട്ടർ ആയിരിക്കും അല്ലേ? അച്ഛൻ്റെ ആയിരുന്നു അല്ലേ? അവിടെ ഉപയോഗിച്ചിരുന്നതാ? അപ്പോൾ ശരി, ഓക്കെ. അപ്പോൾ നമ്മൾ യാത്ര വീണ്ടും സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ അവസാന സ്ഥലത്തേക്ക് നമ്മൾ പോകുന്നത് പാലക്കാട് ജില്ലയിലെ നമ്മൾ കേരള കലാമണ്ഡലത്തിലേക്ക് പോകുന്നത്. ഏകദേശം 21 കിലോമീറ്റർ ഉണ്ട്. 33 മിനിറ്റ് കൊണ്ട് നമുക്ക് ലൊക്കേഷനിൽ എത്താൻ കഴിയും. നമ്മളിത് ഏകദേശം ലൊക്കേഷനിൽ എത്താനായി തുടങ്ങിയിട്ടുണ്ട്. 4 മണിക്കാണ് ക്ലോസിങ്. നമ്മൾ 4 മണിക്ക് ഏകദേശം ഒരു 5-6 മിനിറ്റ് മാത്രമേ ബാലൻസ് ഉള്ളൂ. കലാമണ്ഡലത്തിൻ്റെ ഫ്രണ്ടിലായിരുന്നു. പക്ഷേ നമ്മൾ കുറച്ച് ലേറ്റ് ആയ കാരണം തന്നെ നമുക്ക് ടിക്കറ്റ് കിട്ടിയില്ല. 4 മണിക്ക് ക്ലോസ് ചെയ്യുമെന്ന് പറഞ്ഞ് 4 മണിക്ക് ക്ലോസ് ചെയ്ത്. ഇപ്പോൾ വെക്കേഷൻ സമയം ആയതുകൊണ്ട് തന്നെ കുറച്ച് നേരത്തെ തന്നെ പോകുന്നുണ്ടെന്ന് പറഞ്ഞത്. വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കഴിച്ച് പോകുന്നുണ്ട് പറഞ്ഞു. നമുക്ക് അകത്ത് കയറാൻ പറ്റിയില്ല. കലാമണ്ഡലം നമ്മൾ സ്കിപ്പ് ചെയ്ത് നെക്സ്റ്റ് നമ്മളിനി പോകുന്നത് പാലക്കാടിൻ്റെ കാഴ്ചകളിലൊക്കെ അവസാനിച്ച് നമ്മളിനി പോകുന്നത് തൃശ്ശൂർ ജില്ലയിലേക്കാണ്. അപ്പോൾ നല്ലതുപോലെ ആസ്വദിച്ച് നമ്മൾ എസ്പെഷ്യലി പറയണമെങ്കിൽ പാലക്കാടിൻ്റെ ഒരു ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ശരത്തിൻ്റെ വീട്ടിൽ പോയിട്ട് നല്ല നാടൻ ഫുഡെല്ലാം കഴിച്ച് അമ്മയെല്ലാം സെറ്റാക്കി തന്നെ. അമ്മ നല്ല രീതിയിൽ തന്നെ ഒരുപാട് നല്ല അമ്മമാരാകുമ്പോൾ ഭയങ്കര സ്നേഹമാണ്. ആ ഒരു സ്നേഹത്തോടു കൂടി നമുക്ക് ഫുഡ് ഇങ്ങനെ വീണ്ടും ഇട്ട് കിടന്ന് നമ്മളൊരു ലിമിറ്റ് വരെ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ശരത്ത താങ്ക് യു സോ മച്ച്. അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് താങ്ക് യു. അപ്പോൾ നെക്സ്റ്റ് നമ്മളിത് പാലക്കാടിൻ്റെ സുന്ദരമായ കാഴ്ചകൾ അവസാനിച്ച് നമുക്കിനി തൃശ്ശൂർ ജില്ലയിലേക്കാണ് പോകുന്നത്. അപ്പോൾ സ്റ്റിൽ ഫോളോ ചെയ്യാം. തൃശ്ശൂരേക്കുള്ള യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ ഒരു എപ്പിസോഡോടെ വൈൻഡപ്പ് ചെയ്യുന്നത്. നമ്മൾ തൃശ്ശൂർ സിറ്റിയിലെല്ലാം പോയിട്ട് പിന്നെ പോകുന്നത് നാട്ടിക ഭാഗത്തേക്കാണ് പോകുന്നത്. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്ന നെക്സ്റ്റ് ഒരു പുതിയ എപ്പിസോഡിൽ കാണുന്നവരെ ബൈ.